Hi dears, welcome back to Ladies Planet. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡും സവാളയും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിംഗ് സ്നാക്ക് ആണ് ട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ്. ബ്രെഡിന്റെ ചെറിയൊരു മധുരവും പിന്നെ കുറച്ചൊരു എരിവുമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് ട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, ഒരൽപ്പം മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടലമാവ്. നിങ്ങൾ എത്ര ബ്രെഡാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കടലമാവ് എടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുറച്ച് കട്ടിയിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നോക്കൂ, ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്തപ്പോൾ. ഇനി ഇതിലേക്ക് 3 സ്ലൈസസ് ബ്രെഡ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നോക്കൂ, ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് നേരം ഈ ബ്രെഡ് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ ബ്രെഡൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കണ്ട കേട്ടോ. കുറച്ച് എണ്ണയിൽ നമ്മൾ ഓരോ സ്പൂൺ വീതം ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. കാരണം ബ്രെഡ് ആയതുകൊണ്ട് ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഇത് ഫ്രൈ ചെയ്യാനും പറ്റും. നമ്മുടെ ഉള്ളിവടയുടെയൊക്കെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിലുള്ള കടലമാവിൻ്റെ ആ ഒരു പച്ചമണമൊന്നും ഇല്ലാത്ത രീതിയിൽ കുറേ സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് 2 ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ബ്രെഡും സവാളയും വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബ്രെഡിൻ്റെ ചെറിയൊരു മധുരവും പിന്നെ ഈ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ ആ ഒരു എരിവുമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്